പോക്കറ്റിട്ട് പയ്യെ ആ ചൂണ്ട പുറത്തിടുക. തലക്കിട്ട് നോക്കി അറിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിരിക്കുന്ന ഇവിടെ കൈക്കുഴക്കാട്ടിലാണ്. ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, ചൂണ്ടിടൽ മത്സരം. അപ്പോൾ നമ്മളത് കാണാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരും കൂടി ഉണ്ട്, ആളാണ് വരാൻ പറഞ്ഞ മൂപ്പിച്ച് നമുക്കെന്നാൽ കാണാൻ വരാം, വ്ളോഗൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അതാണ് നമ്മുടെ അഖിൽ മാധവൻ. നമ്മളിന്ന് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി. ഇപ്പോൾ കുറച്ച് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് വരുമായിരുന്നെങ്കിൽ കുറച്ച് എല്ലാവരെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കാം. ഇതിപ്പോൾ എല്ലാവരും മത്സരം തുടങ്ങിയതുകൊണ്ട് എല്ലാവരും അതിൻ്റെതായ അവരുടെ പരിപാടിയിലോട്ട് നിൽക്കുക. അപ്പം നമുക്ക് എല്ലാവരും സംസാരിക്കാനായിട്ടുള്ള പറ്റത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ഒക്കെ കാണിച്ചു തരാം. പിന്നെ അത്ര പെർഫെക്റ്റ് ബ്ലോഗൊന്നും ആയിരിക്കത്തില്ല. തുടങ്ങിയിട്ടൊന്നുമില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് എല്ലാം സെറ്റപ്പായിട്ട് വന്ന് നിൽക്കുക. ഇത് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? 3 മണിക്കാണ് ഇപ്പോൾ ടൈമല്ലേ? 4 മണിയായില്ലേ? 4 മണി കഴിഞ്ഞു. 3:30. അപ്പോൾ ഒരു 4 ആകുമായിരിക്കും തുടങ്ങുമ്പോൾ പരിപാടി. ഇവിടെ നമ്മൾ മാത്രമല്ല, വേറെ ആൾക്കാർ കുറേ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരാട്ടോ. നമുക്ക് എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അവിടെ അങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഈ മത്സരം നടക്കുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടോ വരുന്നത്. ഇവിടെ വരേണ്ട കേസാ. ആണോ? ഇവിടുത്തെ മത്സരത്തെ കുറിച്ച് ഒരു 5 നിമിഷം സംസാരിക്കാവോ താങ്കൾക്ക്? 5 നിമിഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു മത്സരമാണ്. കഴിഞ്ഞ ഒരു പയ്യനായിരുന്നു സമ്മാനം കിട്ടിയത്. കൊല്ലം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ കൊല്ലം 25,000 രൂപ എന്നൊക്കെയാ പറഞ്ഞത്. 25,000 അല്ല, മൊത്തത്തിൽ 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഉണ്ട്. അതായത് 10ാം സ്ഥാനം വരുന്ന ആൾക്കാർക്ക് വരുന്നുണ്ട്. പക്ഷെ എന്റെ കൺഫ്യൂഷൻ ഇതിനകത്ത് എങ്ങനെയാ, ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്ന ആൾക്കാർക്കാണോ എങ്ങനെയാ അതിന്റെ പ്രൈസ്? ഏറ്റവും കൂടുതൽ അങ്ങനെ മീൻ കിട്ടുന്നതല്ല, അവിടെ ഏറ്റവും വലിയ മീനെ തൂക്കി നോക്കും, അങ്ങനെ പരിപാടി. പിന്നെ ബൈറ്റായിട്ട് കൊടുക്കുന്ന ചെമ്മീനെ കൊടുക്കുന്നത്, ചെമ്മീൻ കൊടുക്കുക, അല്ല ഒന്നെങ്കിൽ മാവായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള കേസായിരിക്കും മെയിനായിട്ട് എല്ലാവർക്കും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ കച്ചവടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചൂണ്ടൽ മത്സരം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല സ്പോട്ടല്ലേ? ഇവിടെ എന്നാ ഇവിടെ ഈ ഇത് കിടക്കില്ല, അത് നോക്കി ചണ്ടയൊക്കെ വന്ന് കിടക്കുന്ന മീൻ അടിക്കണം ആണല്ലേ. അതൊക്കെ നല്ല സ്പോട്ടാണ്. നേരത്തെ ഉച്ച ആൾക്കാർ കടം ഇവിടെ എങ്ങനെയാ പ്രൈസ് കിട്ടുന്നത്? അതായത് ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്നതാണോ അതോ? ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുകയാണെങ്കിൽ ഈക്കൽ വരുവാണെങ്കിൽ അത് നമ്മൾ തൂക്കം വിടും അങ്ങനെയല്ലേ. പിന്നെ ആദ്യം ഫസ്റ്റ് മീൻ പിടിക്കുന്നതാണ്, പിന്നെ ഏറ്റവും വലിയ വലുപ്പമുള്ള മീൻ പിടിക്കുന്നത് സെക്കൻഡ് ബെസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ആളുണ്ടല്ലേ എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണോ? എത്ര ആൾക്കാരുണ്ടോ ഇവിടെ? പ്രശ്നം കുറവാണോ? ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആണോ? പ്രാവശ്യം അങ്ങനെ ഇല്ല. ഓൺലൈൻ ബുക്കിംഗ് ഇവിടെ ഇങ്ങനെ അവിടെ വരെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇത്ര ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നു. കൂട്ടുകാരനാ. 4ാമത്തെ വർഷമാണോ? 5 മണി വരെ അല്ലേ? അരമണിക്കൂറല്ലേ? ഒരു എന്റർടൈൻമെന്റ് അവിടെ വാഴൂരോ? അവിടെ അതാ മെയിനായിട്ട് എല്ലാവർക്കും. ഇപ്പൊ ഫാമിലി ആണല്ലോ ആൾക്കാരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. അതിന് മാത്രം മീൻ കിട്ടുമോ ഈ ഏരിയ എന്നൊക്കെ? കരിമീനൊക്കെ പിടിക്കുന്ന പോലെ മീൻ വരും. മത്സരത്തിന് ഇറങ്ങാനെന്നല്ല ഇത്ര അറിയായിരുന്നെങ്കിൽ ഇറങ്ങാൻ പറ്റിയല്ലേ. കാല് വല്ലാത്തോണ്ട് പിന്നെ തോട്ടിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യം. അതിന്റെ സ്ഥലമാണ് ഇരിക്കുന്നത്. അത് നോക്കി, അത് നമ്മുടെ മറ്റേ താമരക്കോഴി ഒരു 2 കിലോ ടേസ്റ്റ് ആണെന്നറിയോ. കുറച്ചായി പിടിച്ചോണ്ടു. സത്യം പറഞ്ഞ സ്പോട്ട് കൊള്ളാം കേട്ടോ. നമ്മൾ ഇവിടെ ഇനിയിപ്പം സ്ക്രീൻഷോട്ടൊക്കെ അടിക്കാൻ വരാം ഒരു ദിവസം നൈറ്റ് കേട്ടോ. അങ്ങോട്ട് മാറിയ നല്ല സ്പോട്ടൊക്കെ ഇല്ല. നമ്മൾ ഇന്നാളെ പോയ സ്പോട്ട് ആ തെങ്ങിൻതോപ്പിന്റെ സൈഡൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒരു വ്ളോഗൊക്കെ ചെയ്യാം. രാത്രി വന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് അടിക്കുന്നത്. അപ്പം മീൻ എന്താണോ നമുക്ക് പിടിക്കാം. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ പറ്റുമോ? എന്നത്തിനാണ് വന്നേ? നീ ഇവിടുന്ന് മുങ്ങിട്ട് ഈ അടിക്കൂടെ പോയി ഏതൊരു ചൂണ്ട വലിക്കും. ഇവിടെ അടി കൂട്ടും ചാലായുണ്ട്. അവരെല്ലാം കണ്ടത്തിലാണ് അവിടെ ഇരുന്നത്. പക്ഷെ അത് ഇവിടെ ലിമിറ്റ് കാണും. ലിമിറ്റ് കാണും ആ പരിധി വരെ. ഐഡിയ ചെയ്താൽ മതി. ഒരു വരാനെ പിടിച്ച് പോക്കറ്റിട്ടിട്ട് ചൂണ്ട ചെറിയ കൊടുത്ത് വെച്ചാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഭയങ്കര രസം ഇവിടെ കാണാം. ഇവിടെ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ വന്ന് ഇരിക്കാനൊക്കെ പറ്റി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ഇടയ്ക്ക് ഒന്ന് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്.
പയ്യനെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളിത് സത്യം പറഞ്ഞാൽ അങ്ങറ്റത്ത് നമ്മളിങ്ങോട്ട് കയറുന്ന എൻട്രൻസ്, പക്ഷെ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങേറ്റം വരെ വന്നായിരുന്നു. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. സത്യം പറഞ്ഞത് പ്രൈസൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആള്, ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആള്, അങ്ങനെ ഓരോ പ്രൈസ് കാറ്റഗറി കേട്ടോ. പിന്നെ ഒത്തിരി മീനൊന്നും കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. മിക്കവരും കൂടുതലും ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ ഇവർ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. സത്യം പറഞ്ഞാൽ പൊന്നാരയ്ക്ക് ഇറങ്ങായിരുന്നു ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ. പക്ഷെ ആളുടെ കാല് വയ്യാണ്ടിരിക്കുക. ആളൊരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ബാക്ക് ഫ്ലിപ്പ് അടിച്ച് പുറത്തോട്ട് ചാടി. അതിങ്ങനെ പോയതാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം, മീനൊക്കെ കിട്ടും, എങ്ങനെയാ എത്ര കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. തലക്കിട്ട് നോക്കി എറിയായിരുന്നു. അവിടെ കല്ല് പോലെയായിരുന്നു മാവരുന്നത്. അത് ഇവിടുന്ന് കൊടുക്കുമോ? ഇവിടുന്ന് വരുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ മാവ് ഇത്രയാണ്. അത് നോക്കിയിട്ട് കല്ല മാവേന്ന് അറിയത്തില്ല. ചെമ്മീനാണ് സ്ഥലം എവിടെയാ ചേട്ടൻ്റെ? എൻ്റെ മൺറാട്. എല്ലാ വർഷം വരുന്നതാണോ? തീറ്റ കൊണ്ട് തരും അല്ലേ? ചെമ്മീനൊന്നുമല്ല, അതോട്ടാണ് മാവേത കല്ലായെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതുപോലെ കല്ല് പോലെ കഴിഞ്ഞ തവണ ഒരു പയ്യന അങ്ങനെ കാര്യം അങ്ങനെ എല്ലാരും എന്തോ കള്ളത്തരൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ പുള്ളിയുടെ അടുത്ത്, വീട്ടിൽ നിന്ന് വീരെ കൊണ്ട് തിടാതൊക്കെ. മാറും തോറും നല്ലപോലെ ആൾക്കാരാട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ ഈ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഇവർക്ക് ഇതിനുള്ള തീറ്റ മറ്റേ മൈദയാന്ന് തോന്നുന്നു അല്ലേ? മൈദ ഇവർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എന്നിട്ടേ മത്സരം സ്റ്റാർട്ട് ആകത്തുള്ളൂ. 1 മണിക്കൂർ എന്തോ ഉള്ളൂ. 4 മണിക്ക് തുടങ്ങി 5 മണിയാകുമ്പോൾ തീരും, അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാവും, ആരാ പ്രൈസ് അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ഓരോ സ്പോട്ടൊക്കെ നോക്കി. ഏത് എനിക്ക് തോന്നുന്നു ഈ സൈഡാന്ന് തോന്നുന്നു കൂടുതൽ മീനുള്ള. അതിന് കൽക്കെട്ടുണ്ട്, കൽക്കെട്ടിനടി മീൻ കയറി നിൽക്കും. മീൻ പിടിക്കുന്ന പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, സ്വന്തമായിട്ട് പിടിച്ച. സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. അവരിവിടെ സ്പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പോട്ടാന്ന് തോന്നുന്നു അല്ലേ? ഇവിടേക്ക് അത്യാവശ്യം നല്ല സ്പോട്ടാന്ന് തോന്നുന്നു. കണ്ടിട്ട് സ്പോട്ട് തിരഞ്ഞെടുത്ത് അവർ സെറ്റാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്പോട്ടിലായിരിക്കും കൂടുതലും മീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു സ്പോട്ടായിരുന്നല്ലോ, ഇതന്നെ ഇവിടെ നിന്ന് ആരും നിൽക്കാത്ത. മീനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഇട്ടോ, ഇവിടെ മീൻ അടിക്കും. ഇവിടെ ഇട്ടോ, ഇവിടെ നമുക്ക് വറ്റടിക്കാം. അത് വരാനുണ്ടോ? നല്ല സ്പോട്ടാട്ടോ. ഈ നിങ്ങളുണ്ട് വലിയ വരാന്. ഇവിടെ ഇട്ടോ, ഇത് ഒന്ന് ആരും കൊടുക്കണ്ട, ഈ ഫോട്ടോ പിടിക്കും. ഒരുപാട് അടുപ്പിച്ചാലും പണിക്കുമല്ലോ, കിട്ടിയല്ലോ, ഒറ്റയടിക്ക് കിട്ടും. എല്ലാവരും മീൻ പിടിക്കുക, സമ്മാനം മേടിക്കുക. കുറച്ച് ആൾക്കാര് ഒരേ ജേഴ്സി കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. അവിടുത്തെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് പറയുന്നത് ഓണത്തിന്റെ അടുത്ത് കൂട്ടുകച്ചേരി എന്ന് പറഞ്ഞാൽ. ഓണത്തിനൊക്കെ കൂട്ടുകച്ചേരിയോ? അങ്ങനത്തെ കേട്ടില്ല. പുള്ളി അതിന്റെ ഇടയ്ക്ക് പുള്ളി കച്ചവടം ചെമ്മീനല്ലേ ചേട്ടാ? ഇറക്കി സാധനം ആലോചിക്കണം. അപ്പൊ അത് തീറ്റ കൊടുക്കുന്ന ചെമ്മീനാട്ടോ. ചെമ്മീനെ കയറി പിടിക്കുന്ന ആമയായിരിക്കും. ചെമ്മീനെ പിടിക്കുന്ന ആമയായിരിക്കും മിക്കവാറും. ഒരുപാട് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കും ചുമ്മാ ചെയ്യാം. ഇവിടെ വേറൊരു കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം. രജിസ്ട്രേഷൻ ചെയ്ത് ടോക്കൺ നമ്പർ കിട്ടി ചൂണ്ട ലഭ്യമായ ആളുകൾ ഈ പാടത്തിൽ
മത്സരാർത്ഥികൾ എല്ലാ ആളുകളും മത്സരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാം സെറ്റ് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല, പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും. ഈ കയറ് കെട്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറം നാട് കടന്നു പോകുന്നത് പച്ചപ്പിന്റെ പരവതാനി വിരിച്ചൊരു നാട്ടുവെളിച്ചം ഒരു നാടൻ മത്സരത്തിന് കാഹളമൂതി കടന്നു പോകാൻ ഉറച്ച് കടന്നെത്തിയ ആരാത്രികളിൽ കടൽക്കരയിലേക്ക് ഇങ്ങനെ മാറ്റിയെന്ന് ആഴിയുടെ ആഴങ്ങളിലേക്ക് ഊർജിട്ട് കടന്നുപോയി സ്രാവുകളെ പിടിച്ച് കരക്കെത്തിക്കുന്ന അരയന്റെ മനസ്സ്. ചേച്ചിമാരും കുറെ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട്. അവരൊക്കെ ഒരു എന്റർടൈൻമെന്റ് പുറത്ത് വരുന്നതായിരിക്കും അല്ലേ? പെണ്ണുങ്ങൾക്ക് വേറെ എന്തോ പ്രൈസ് ഉണ്ട്. ആ അങ്ങനെ ഉണ്ടല്ലോ. കുഞ്ഞു പിള്ളേരൊക്കെ കണ്ടോ ചൂണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് വേറെ പ്രൈസ് ഉണ്ട്. ആ നമുക്ക് അകത്തോട്ട് അങ്ങനെ കയറാൻ പറ്റുമല്ല, നല്ലപോലെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സൈഡാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാണാം. ഇതൊക്കെ തുടങ്ങി, എല്ലാവരും പയ്യെ മീനൊക്കെ പിടിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തോരം ചൂണ്ടയെന്ന് നോക്കി ഗൈസ്, എല്ലാവരും തുടങ്ങി കേട്ടോ ചൂണ്ടയുടെ. ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് കൂടുതലും അല്ലേ? എല്ലാവരുടെ കമ്പനിക്കാരാട്ടോ, എവിടെ ചെല്ലാനും എല്ലാവർക്കും കമ്പനിക്കാരുണ്ട്. കാരണം പുള്ളിയുടെ വീട് ഇവിടെ ആണല്ലോ നീണ്ടൂര്. കുറെ വർഷമായി സേമിയ കഴിച്ചിട്ട്. ഇപ്പൊ അങ്ങനെ സേമിയ കഴിക്കാറില്ല, പണ്ടൊക്കെ കഴിക്കാറുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ അങ്ങനെ കിട്ടാറില്ലല്ലോ സേമിയ. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ നമ്മള് കയറുക. ബാബാ ടീമൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിക്കാൻ വന്ന ആൾക്കാരാണ്. വള്ളത്തിൽ മീൻ പിടിക്കാൻ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണം, നല്ല മീൻ അടിക്കുള്ളൂ. അടുത്ത വർഷം നമുക്കും വരാം കേട്ടോ മീൻ പിടിക്കുന്നത്. അവിടെ പറഞ്ഞ അടിച്ചിട്ടുണ്ട്. മീൻ അടിക്കുമ്പോൾ എല്ലാവരും കാറ് കേട്ടോ, ഭയങ്കര എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും. രണ്ട് വാക്ക് പറയടാ, നല്ലൊരു വാക്ക് പറയടാ. നിന്റെ വായിന്ന് ഒരു നല്ലൊരു വാക്ക് കേക്കട്ടാ. ആ ഈ ചൂണ്ടൽ മത്സരത്തിൽ എന്നാ ഉണ്ട്, നല്ല മത്സരാ. അങ്ങനെയൊക്കെ ഒരു രണ്ട് വാക്ക് പറ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നീ എന്നാത്തിനൊന്ന് വീഡിയോ അടിക്കാനോ? നിങ്ങളുടെ എന്നാത്തിനൊന്ന് വീഡിയോ അടിക്കാൻ വന്നല്ലേ? കട്ടം പിടി കാണിക്കടാ, പൊക്കറ്റ് കാണിക്കടാ. എവിടെ മീൻ കിട്ടില്ലോ കൂടിനകത്ത്? അപ്പൊ തന്നെ പറയണം, എന്നാലേ കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ചെലവുള്ള ഐസ്ക്രീം വണ്ടിക്കാർക്കാണ്. ഒരു വണ്ടി 100 എണ്ണൊക്കെ പോണേ. 100 ഐസ്ക്രീം അപ്പുറൊക്കെ പോകും കേട്ടോ. കാരണം 1000 അടുത്ത ആൾക്കാർ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തു. ഏകദേശം 40 മീനുകളാണ് മുഴുവൻ ആളുകളും ചേർന്ന് പിടിച്ചതെങ്കിൽ ഈ വർഷം കളി മാറുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വൈഭവ സൂര്യവംശിയുടെ കാലമാണ്. ഇവിടെ എല്ലാം സെക്കൻഡുകൾ കൊണ്ട് അതിർത്തി കടത്തുക എന്നുള്ളതാണ്. തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ മത്സരം പകുതിയായി പോയി. ചെയ്യാനില്ല. ചെയ്യാന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മീൻ മേടിച്ചിട്ട് പോക്കറ്റ് ഇട്ടിട്ട് പയ്യെ ആ ചൂണ്ടൊക്കെ ഓർത്തിടുക ഉള്ള പരിപാടികൾ ചെയ്യാൻ. കുഞ്ഞു കൊച്ചിരുന്ന് ചൂണ്ടിടുന്നുണ്ട്. എത്ര ക്ലാസ്സിലോട്ടാ പഠിക്കുന്നത്? പേരെന്നാ? കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മീൻ പിടിക്കാൻ. വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കാണാറുണ്ട്. ചെറിയ അർജുൻ. ഇല്ല, ഞാൻ ചുമ്മാ ഇതുപോലെ വ്ളോഗൊക്കെ എടുക്കാന്നൊക്കെ ഓർത്ത് വരുന്നതാണോ അവിടെ? എല്ലാ വർഷവും ഇടയ്ക്ക് നിർത്തിയ പരിപാടി ഇട്ട് വെച്ചേക്കോ. 4 മീനൊക്കെ തരുന്നുണ്ട്. ആ ഇങ്ങറ്റം വരെ കേട്ടോ സ്പോട്ട്. ഇതിനങ്ങോട്ട് ഇടത്തില്ലെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ.
ഒരാളെ അടിച്ചോളൂ. ഇവരെല്ലായിടത്തും ഉണ്ടല്ലോ. ഇടാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോ മീൻ ഉറപ്പാ, വരേണ്ട കാര്യമില്ല. പ്രൊഫഷണലാ. ഭയങ്കര ആറ്റിറ്റ്യൂഡാ കേട്ടോ മുഖത്ത്. നോക്കി ഒരു കുഞ്ഞ് വരാല്. പ്രത്യേകം നന്ദിയും കടപ്പാടും. ചെസ് നമ്പർ 602 രണ്ട് മീനുകളെ പിടിച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ പാരമ്യതയിലേക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മത്സരം കാര്യങ്ങളൊക്കെ കഴിയും. അത്യാവശ്യം ആൾക്കാരൊക്കെ മീനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. ഇത്ര ആൾക്കാർ തിരക്കല്ല, പിന്നെ ഇതൊക്കെ ലക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഓഫീസ് ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് പോലെ തന്നെ ഇവിടെ അങ്ങ് വരെ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും നിർബന്ധമുണ്ടോ? ഇതുപോലെ ആൾക്കാരാണ്. 1000 ആൾക്കാർക്ക് മണ്ടയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാര്യം കേട്ടോ. വലിയ വൈദഗ്ധ്യവും പരീക്ഷിക്കേണ്ട അക്ഷരം കൂടെ കൂട്ടേണ്ടി വരും. കാരണം ഒളിഞ്ഞിരിക്കുന്ന മത്സ്യത്തെ നമ്മളുടെ ചൂണ്ടക്കുരുക്കിനടിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അതിനെ കുരുക്കിയെടുത്ത് കരക്കിട്ട് സമ്മാനം തൂക്കത്തിലോ എണ്ണത്തിലോ ആശംസകളും വന്നു ചേർന്ന ചൂണ്ടയിടൽ മത്സരാർത്ഥികൾക്കും ഈ ഒരു മത്സരത്തെ ആകാംക്ഷയോടെ വീക്ഷിക്കുവാനായി കടന്നു വന്ന അവർക്കൊപ്പം ദേശത്തിന്റെ ചൂണ്ടയിടൽ മത്സരത്തിന് പട്ടുപരവത മത്സരം കഴിഞ്ഞോട്ടോ. ഇനിയിപ്പോ എല്ലാരും ചൂണ്ടയൊക്കെ തിരിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം പറഞ്ഞു നല്ല തിരക്കാട്ടോ. അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. ഒരുപാട് തിരക്കാം. 167 സോനു 432 ഗ്രാം വരുന്ന വരാലിനെ പിടിച്ചില്ല. ഇനിയുണ്ട്. ഏറ്റവും ചെറിയ മീനെ പിടിക്കുന്ന ആൾക്കുണ്ട്. 6 ഗ്രാമാണ് മീനെ പിടിച്ചത്. ചെസ് നമ്പർ 479. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഏകദേശം കഴിയാറായി. ഞങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ച്. ഒരു 1/2 കിലോ അടുത്തുള്ള ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ഏറ്റവും വലിയ മീനെ പിടിച്ചതായിട്ട്. പിന്നെ എല്ലാവരും കൂടുതൽ ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റിന് വന്നതാണ്. ഒരു 1000 പേരടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടി മത്സരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൈസൊന്നും കൊടുക്കുന്നതും കാണാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. നമ്മൾ കാണാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് പോയേക്കാല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.